സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഥാവായന എന്ന ശീർഷകത്തിലൂടെ സ്വന്തം കഥകൾ വായിക്കുകയാണ് ശ്രീ ഗംഗാധരൻ ചെങ്ങാലൂർ. ആദ്യ കഥയായ വോട്ടില്ലാത്ത തേനീച്ചകൾ വായിക്കുന്നു. വോട്ടില്ലാത്ത തേനീച്ചകൾ. ഓടിക്കിതച്ച് ഗസ്റ്റ് ഹൗസിലെത്തുമ്പോൾ യുവശാസ്ത്രജ്ഞന്റെ നീണ്ട താടിയിൽ നിന്ന് വിയർപ്പുതുള്ളികൾ വീണ് വെളുത്ത ജൂഭ നനഞ്ഞു. സെക്യൂരിറ്റി ഗാർഡിന്റെ പ്രതിരോധം വകവയ്ക്കാതെ യുവാവ് വാശി പിടിച്ചു. നോ, എനിക്ക് മന്ത്രിയെ കണ്ടേ തീരൂ. സെക്യൂരിറ്റി ഒരിക്കൽ കൂടി നിസ്സഹായനായി കൈമലർത്തി. ആരെയും കടത്തി വിടേണ്ടെന്നാണ് മന്ത്രിയുടെ കൽപ്പന. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിച്ചു കയറാം എന്നതാണ് വിഷയം. മഞ്ഞപ്ര പഞ്ചായത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. മഞ്ഞപ്ര പോയാൽ സംസ്ഥാന ഭരണം തന്നെ കൈവിട്ടു പോകും. കൈവിടുകയോ കാലുവിടുകയോ അതൊക്കെ സംസ്ഥാന ഭരണത്തിന്റെ പ്രശ്നം മാത്രം. എന്റെ തലപരിപ്പിക്കുന്നത് ലോക പ്രശ്നങ്ങളാണ്, ഗുരുതരമായ ആഗോള പ്രശ്നം. യുവാവ് അലറുന്നത് പോലെയാണ് പറഞ്ഞത്. വാർദ്ധക്യത്തോടടുത്ത സെക്യൂരിറ്റി വാ പൊളിച്ച് നിന്നു. ഇയാൾ എന്റെ പണി കളയുമോ? അവിടെ ഭരണം നിലനിർത്തുവാനുള്ള തത്രപ്പാടിലാണ് മന്ത്രിയും പഞ്ചായത്തും. നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ പോവാൻ നോക്ക്. അവസാന ശ്രമമെന്ന മട്ടിൽ സെക്യൂരിറ്റി അപേക്ഷിച്ചു. പറ്റില്ല, എനിക്ക് മന്ത്രിയെ കണ്ടേ തീരൂ. അത്രയ്ക്ക് ഗുരുതരമായ പ്രശ്നമാണ് എനിക്ക് ചർച്ച ചെയ്യുവാനുള്ളത്. എന്താണാവോ ഇത്ര ഗുരുതരമായ പ്രശ്നം? അറിയാതെ വായിൽ നിന്ന് വീണതാണ് സെക്യൂരിറ്റിക്ക്. ഒന്നിനും താനാളല്ലെന്ന് അയാൾക്കറിയാം. അവസാനത്തെ തലമുറയാണ് ചത്തു വീണുകൊണ്ടിരിക്കുന്നത്. ആരുടെ? എവിടെ? ഭീതനായ സെക്യൂരിറ്റി മഹാപകടം കെട്ടൊന്ന് നടുങ്ങി. തടിച്ച കണ്ണട വഴുതി താഴെ വീണു. കണ്ണട എടുക്കുന്ന വെപ്രാളത്തിൽ യുവാവ് അടഞ്ഞ എയർ കണ്ടീഷൻഡ് ഡോർ തള്ളിത്തുറന്ന് അകത്ത് കിടന്നു. വിശാലമായ ഹാളിന് നടുവിലിട്ട വലിയ മേശയ്ക്ക് പിറകിൽ മലർന്ന് കിടക്കുകയാണ് മന്ത്രി. ഇരുഭാഗങ്ങളിലും പഞ്ചായത്തിലെ പ്രമുഖർ. അപരിചിത മുഖം കണ്ട മന്ത്രി ചോദിച്ചു, ആരാണ് നിങ്ങൾ? എന്തു വേണം? ഒരു തലമുറ മുഴുവനും ചത്തു വീണുകൊണ്ടിരിക്കുന്നു. നിമിഷത്തിൽ ലക്ഷം വെച്ച് യുവശാസ്ത്രജ്ഞൻ അലർച്ച തുടർന്നു. എവിടെ? മന്ത്രിയുടെ ചോദ്യത്തിൽ ആകാംക്ഷ, പരിഭ്രമം. പൂന്തോട്ടത്തിൽ. പൂന്തോട്ടത്തിലോ? പൂവുകളിൽ പരാഗം തേടി വന്നതാണവർ. വിവരമില്ലാത്ത തോട്ടക്കാരൻ വീര്യം കൂടിയ കീടനാശിനി തോട്ടം മുഴുവൻ
നനച്ച് തേനീച്ചക്കൂട്ടങ്ങളെ വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ, മന്ത്രിയുടെ മുഖം അടഞ്ഞു. ഇരുവശങ്ങളിലും ഇരുന്നവരുടെ മുഖവും അഴഞ്ഞു. തേനീച്ചയുടെ അവസാന തലമുറയാണ്. അവ മുഴുവനും ചത്തുകഴിഞ്ഞാൽ പിന്നെ മനുഷ്യരാശി ഇല്ല. കൺമുമ്പിൽ തീമഴ കാണുന്നത് പോലെ യുവാവ് ഭയന്ന് വിറച്ചു. മന്ത്രി, തേനീച്ചകളെ രക്ഷിക്കൂ, കീടനാശിനികൾ നിരോധിക്കൂ. പരാഗണമില്ലാത്ത കാലം വന്നാൽ ലോകം കരിഞ്ഞുണങ്ങിയ കരിക്കട്ടയാകും. മന്ത്രി യുവാവിനെ അടിമുടി നോക്കി. നീണ്ട താടിയിൽ നിന്ന് കണ്ണീരാണ് ഇറ്റു വീഴുന്നത്. തൊട്ടടുത്തിരുന്ന സഹപ്രവർത്തകന്റെ ചെവിയിൽ മന്ത്രി സ്വകാര്യം ചോദിച്ചു, തേനീച്ചയ്ക്ക് വോട്ടുണ്ടോ മഞ്ഞപ്രയിൽ? ഒരമർത്തി പിടിച്ച ചിരി അമിട്ടുപോലെ ഹാളിൽ പൊട്ടിച്ചിതറി. കഥ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.